الباب الرابع في جملة أخرى من الأخلاق. ഇതുവരെ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വേറെ സ്വഭാവ കൂട്ടങ്ങൾ പറയാനുണ്ട്. അതാണ് 4-ാം ബാബ്. വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു അൻഹും. മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? കസറത്തു ഉസ്ലത്തിഹിം, അവർ വെടിഞ്ഞു നിൽക്കുക, ഒറ്റപ്പെട്ടു നിൽക്കും. അത് അധികം ഉണ്ടാലുണ്ട്. അനിന്നാസി, ജനങ്ങളെ തൊട്ട്. അപ്പൊ ജനങ്ങളോട് കൂടെ വല്ലാതെ കൂടൂല, സമ്മേളനം ഒന്നും ഉണ്ടാക്കൂല, സമ്മേളിക്കൂല. ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതമായിരിക്കും അവർക്ക് കൂടുതലും. അതിന്റെ കാരണം എന്താന്നില്ല വേക്കിൽ പറയുന്നുണ്ട്. അദ്മു കസറത്തി മുഖാലത്വാതിഹിം, അവരാരും ജനങ്ങളോട് അധികം ഇടപഴകാറില്ല. അധികവും ഇടപഴകാതിരിക്കലാണ്. ഇടപഴകും എന്തിനു വേണ്ടി? ഇല്ലാലി മസ്ലഹത്തിൻ ശറഈയ, ശറഈയായ വല്ല നന്മകളും മസ്ലഹത്തും ഉണ്ടോ അതിനുവേണ്ടി മാത്രമേ അവർ ഇടപഴകൂ. അല്ലാത്തിനൊന്നും ഇടപഴകാൻ വരൂല. തമാശ പറയാനോ വെടി പറയാനോ അങ്ങാടി പോയി കുത്തിർന്നുങ്ങാണ്ട് ഇങ്ങനെ കളിക്കാനൊന്നും പോലെ കിട്ടൂല. ആ സമയമൊന്നും അവർ നഷ്ടപ്പെടുത്തൂല എന്നർത്ഥം. ജനങ്ങളുമായി കൂടിച്ചേരുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ശറഈയായ വല്ല ഗുണമുണ്ടോ എന്ന് നോക്കും. എന്നിട്ടേ ഒരു ചേരും, അല്ലെങ്കിൽ ഇല്ലാതെ. വഅലാദാലിക, ഈ പറഞ്ഞതിന്റെ മേലിലാണല്ലോ ദറജ സലഫു സാലിഹു, മുൻകഴിഞ്ഞു പോയ സലഫു സാലിഹ്യങ്ങളൊക്കെ നടന്നു പോയത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് വേണ്ടതും. വകാനൂ കുല്ല യൗമിൻ ലാ യജ്തമിഉ ബിഹിം അഹദും ഫീഹി യഉദ്ദൂനഹു യൗമ ഈദ്. ഒരു ഉത്സവ ദിനമായിട്ട് ജനങ്ങൾ എണ്ണി വരുന്ന വല്ല ദിനമുണ്ടെങ്കിൽ അത്തരം ദിനങ്ങളിലൊക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടും. ആ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ദിനത്തിലൊന്നും ആരും ഇവരുമായി ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഉണ്ടാവാറില്ല. ഓല അതിൽ നിന്നൊക്കെ അകലെയാണ്. അപ്പൊ ജനങ്ങൾ എവിടെ ഒരുമിക്കുന്നുണ്ട് അവിടെ ഒന്നും ഓലെ കാണാൻ കഴിയൂല. കാരണം ഇന്നത്തെ കാലം നമുക്കറിയാലോ, ഒരുമിച്ച് കൂടുന്ന എന്തുണ്ടെങ്കിലും അവിടെ വഴക്കും വക്കാണോ ഈബത്തും നമീമത്തൊക്കെ അല്ലേ ഉണ്ടാകുക. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവർ വരാറില്ലാതെ. ഫമൻ അക്സറ മുഖാലത്വത്തിൻ നാസി ഫഖദ് ഖറജ അൻ ത്വരീഖി സലഫിഹി വഫാതഹു നഫ്ഉ എന്നാണ്. ജനങ്ങളുമായി അധികം കൂടിക്കേറി ചേരുകയോ ഇടപഴകുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അധികവും ജനങ്ങളുമായുള്ള സമ്പർക്കം പുലർത്താറുണ്ട്. അങ്ങനെ അധികരിപ്പിച്ചു വരുന്ന ഒരാളാണെങ്കിൽ സലഫുസ്സാലിന്റെ വഴിയെ തൊട്ട് അവൻ പുറത്തുപോയി. ഓല അങ്ങനെയല്ല ജീവിച്ചിരുന്നത്. മാത്രമല്ല അവനൊരുപാട് ഉപകാരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ദീനിയായ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഉഖറവിയോ ദീനിയായ ഉപകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും സലഫുസ്സാലിങ്ങൾ സഞ്ചരിച്ച വഴിയെ തൊട്ട് അവൻ പുറത്തു പോവുകയും ചെയ്യും. ജനങ്ങളുമായി അധികം ഇടപഴകി ജീവിച്ചാൽ. എല്ലാരും പറയാലോ സമ്പർക്കം വേണം, കൂടി ജീവിക്കണം, എന്തെങ്കിലും 4 ആൾ അറിയുള്ളൂ, സഹായം കിട്ടും. അങ്ങനൊന്നുമില്ല. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവിടെ ദീനിയായിരിക്കോ നേട്ടം വല്ലതുണ്ടോ നോക്കണം. എന്തെങ്കിലും മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവനാണ് ദീൻ നഷ്ടപ്പെട്ടു പോകും. അതാലിക്ക എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അത് മറ്റൊന്നുമല്ല, അന്നമൻ കസുറത്തു റുഅയ്യത്തുൻ നാസി ലഹു ആനബി ഉയൂനിഹിം വസഖത ഇൻദഹും വറഅഹു കഅഹദിഹിം ഫീ ദനാഅത്തിൽ അഖ്ലാഖി വൽ ഗഫലത്തി ലില്ലാഹി തആല. ഇതുണ്ടാവുക. ജനങ്ങൾ ഇങ്ങനെ ഇവനെ കണ്ടുകൊണ്ടേയിരിക്കല്ലേ. ഇങ്ങനെ കണ്ട് വരുമ്പോ അവരുടെ ദൃഷ്ടിയിൽ ഇവൻ വളരെ നിസ്സാരക്കാരനായി മാറും. അവരുടെ അടുക്കൽ അവനുള്ള ആദരവും ബഹുമാനവും ഒക്കെ പോയി. മാത്രമല്ല ജനങ്ങൾ എന്താ വിചാരിക്കുക ഇവനെ പറ്റിയെന്നറിയോ? അള്ളാനെ തൊട്ടുള്ള അശ്രദ്ധയിലും താഴ്ന്ന സ്വഭാവത്തിലും അവരെപ്പോൾ ഒരാളായി മാറി എന്ന് ഇവൻ കരുതും. അങ്ങനെയുണ്ട്. സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടാവില്ല, ജനങ്ങൾ വിലയിരുത്തൂല, ഒലപോലെ ഇവരൊരാളായി എന്ന് തോന്നിപ്പോവും. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായ രൂപത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വല്ലാതെ കൂടിക്കരരാതെ ഇടപഴകാതെ പോയാൽ ജനങ്ങൾ അവനെ ഒരു എയ്റ്റിബാറോട് കാണാൻ കഴിയും. ഇദ്ദേഹത്തിനോട് നമുക്ക് കളിക്കാൻ പറ്റൂല, അദ്ദേഹം നിലവാരമുള്ള ഒരു മനുഷ്യ, ദീനീബോധമുള്ള മനുഷ്യനൊക്കെ തോന്നും. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ജനങ്ങളുടെ കൂടെ ഒപ്പം നടന്നൊരു വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഷഹറാനി ഇമാം പറയുന്നു, ഖുൽതു, ഞാൻ പറയട്ടെ, ഒമാ അതദക്കറു അന്നി സുറുത്തു അഹദം മിൻ മശായിഖി ഹാദൽ അസർ വസലിമ മജ്ലിസി മഅഹു മിനൽ ഗീബത്തി ഇല്ലാ ഖലീലന്ന. എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ത് ഈ കാലഘട്ടത്തിലെ മശായിഖന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഞാൻ സന്ദർശിച്ചു,
അങ്ങനെ അവരെ കൂടെ ഞാൻ കൂടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സദസ്സിനോട് ഈബത്തിനെ തൊട്ട് രക്ഷപ്പെടുവരിക എന്നുള്ള കാര്യം വളരെ കുറവായിരിക്കും. അല്ലാതെ ബഹുഭൂരിഭാഗം ജനങ്ങളും അവരുമായി കൂടി ഇണങ്ങിയാൽ ഈബത്തും നമീമത്തും ഒക്കെ അവിടെ ഉണ്ടാകും. അതാ കൂടുതൽ ഉണ്ടാവുക. ഒറ്റ കുറവായിരിക്കും ഇത് രക്ഷപ്പെടുക എന്നുള്ളത്. അത്രയും ഓർക്കാൻ കഴിയുള്ളൂ, വേറൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ആ വരിതാലിക്ക അതുകൊണ്ട് അഖ്ലൽതുമിൻ സിയാറത്തിൻ ഖൗഫൻ അലാ ദീനി വ ദീനിഹിം ലാ തസാഹുലം ബി ഹഖ്ഹിം. അപ്പോ ഇങ്ങനെ ഓർത്തു നോക്കുമ്പോ ഞാൻ എന്തായി, ഇത്തരം മശായിഖന്മാരെ സന്ദർശിക്കുക എന്ന കാര്യത്തോട്ട് ഞാൻ കുറച്ചു. ഓരെ സന്ദർശിക്കാൻ പോകുന്നില്ല. എന്താ പോകാത്തത്? എന്റെ ദീനും ഓരോ ദീനും നഷ്ടപ്പെടും. ആ ഒരു പേടി എനിക്കുണ്ട്. കാരണം അവരുമായി ഞങ്ങളുടെ പറ്റി മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞതേക്കാരം ഞാൻ കേൾക്കേണ്ടി വരാം. അവിടെ ഞാൻ ഓല കൂടെ കൂടിയ ഈബത്ത് പറഞ്ഞവനെ പോലെ ഞാനും ആകൂല്ലേ. അപ്പോ എന്റെ ദീനും നഷ്ടപ്പെട്ടു, ഓരോ ദീനും നഷ്ടപ്പെട്ടു. ആ പേടിച്ചിട്ട് ഞാൻ മശായിഖന്മാർ, ഇപ്പോഴത്തെ കാലത്തുള്ള മശായിഖന്മാരോട് വല്ലാതെ കൂടാൻ പോകാറില്ല, സിയാറത്തിന് പോകാറില്ലാതെ. അല്ലാതെ അവർക്കുള്ള ഹക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ മടി കാണിച്ചതുകൊണ്ടൊന്നും അല്ല എന്നർത്ഥം. അപ്പൊ വൈദാക്കാന ഹാദാ ഉക്മ മജാലിസിൽ അസിയാഖി വകൈഫ ബിഗൈരിഹിം, ഷെയ്ഖന്മാരെന്ന് പറയുന്ന ആൾക്കാരോട് കൂടെ കളിക്കുന്ന സദസ്സിന്റെ വിധി ഇതാണെങ്കിൽ, ഇതൊക്കെയാണ് ഷെയ്ഖന്മാരെ സദസ്സിലുണ്ടാകുന്നു എങ്കിൽ ഷെയ്ഖന്മാരല്ലാത്ത മറ്റുള്ള നാടന്മാരെ കഥ പിന്നെ പറയാനുണ്ടോന്ന്. അതുകൊണ്ട് ഒഴിവാക്കി. അതുകൊണ്ട് എന്റെ സഹോദര, നിന്റെ ശരീരത്തെ നല്ലോണം സൂക്ഷിച്ചോ. കൊല്ലൽ ഹിഫ്ളി, എല്ലാ വിധേനയുമുള്ള സൂക്ഷിക്കൽ നീ സൂക്ഷിച്ചോ. യഥാ സുഹൃത്താഹദമിൻ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാളെ സന്ദർശിക്കുകയാണെങ്കിൽ വല്ലാതെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം. അപകടം വരുന്ന വഴിയുണ്ടെങ്കിൽ മാറി നിൽക്കണം. മറ്റേ ഷെയ്ഖിനെ കുറ്റം പറയും ഈ ഷെയ്ഖ്, മറ്റേ തരീഖത്തിനെ പറ്റി ഈ ഷെയ്ഖ് തരീഖത്തിനെ കുറ്റം പറയും, മറ്റേ സംഘടന പറ്റി ഈ സംഘടന പറ്റി, അങ്ങോട്ട് ഇങ്ങനെ പലതും പറഞ്ഞ് അവസാനം വളരെയധികം മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷപാതത്തും പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോഴേക്കും ഇവിടെ എന്തായിട്ടുണ്ടാവും, ദീൻ തകർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. വലാ തത്തഹാവനുബിദാലിക്ക, ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊന്നും നീ അശ്രദ്ധവാനാവരുത്. പൊന്തം വിട്ട് നടക്കണ്ട, അന്തത്തോടുകൂടി നടന്നോ, അന്തല്ല നടക്കണ്ട എന്നർത്ഥം. അപ്പൊ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ പെരുമാറ്റങ്ങളും ജീവിതമൊക്കെ വേണ്ടത്. അല്ല ജനങ്ങളുമായി തീരെ ഇടപഴകണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങളുമായി ഇടപഴകുന്നിടത്തൊക്കെ നമ്മുടെ ദീനിനോ ഉഖറവിയ നേട്ടമോ പോകുന്നുണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കണം എന്നർത്ഥം. നോക്കൂ, അതിനൊക്കെ ഓരോ ചരിത്രങ്ങളുമുണ്ട്, തെളിവുകളുമുണ്ട്. വകാന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂലു, അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുദൂ ഹല്ലക്കും മിനൽ ഉസ്ലത്തി, നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്കുള്ള വിഹിതം നിങ്ങൾ പിടിച്ചോളിന്നതിന് അർത്ഥം എന്താ? നിങ്ങൾ ഏകാന്തനായി തന്നെ ജീവിക്കാൻ നോക്കണം, കൂട്ടമായി ജീവിക്കുന്നതിനേക്കാൾ എന്ന. വകാന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുമായിരുന്നു, മൻ അറാദ അൻ യഖില്ല മിൻ മഅരിഫത്തിൻ നാസി ലിഉയൂബിഹി ഫൽയജ്ലിസ് ബിബൈതിഹി എന്ന. വല്ലവരുത്തനും തന്റെ ന്യൂനതകൾ ജനങ്ങൾ അറിയലിനെ തൊട്ട് കുറയണം, ആരുമല്ലാതെ അറിയരുത്. എനിക്കൊരുപാട് മോശത്തരങ്ങളുണ്ട്, അത് ജനങ്ങൾ അറിയാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾ അറിയുന്ന കാര്യത്തെ തൊട്ട് കുറയണം, വല്ല പരിചയം ഉണ്ടാവണ്ട എന്നാർക്കിങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. എന്നാരും അറിയൂലല്ലോ, പടച്ചോനോനല്ലേ അറിയുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണത്തരത്തിലാകും, ഓരോ ന്യൂനതകളെല്ലാം വെളിപ്പെടും. അതറിയാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഒമൻ ഖാലത്തന്നാസ സുലിബ ദീനുഹു വലാ യശ്ഉറു, ജനങ്ങളുമായി ഇതേ രൂപത്തിൽ ആരെങ്കിലും ഇടപഴകി ജീവിച്ചാൽ അവന്റെ ദീൻ ഊരപ്പെട്ടു പോകും, അതോൻ അറിയൂല. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്നോട്ടെ. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഈ മഹാന്മാരൊന്നും ജനങ്ങളുമായി ഇടപഴകിയിട്ടില്ല എന്നതിനർത്ഥമല്ല, അവരൊക്കെ ദീനിയായി ഇടപഴകിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇടപഴകിയപ്പോൾ അതിനാൽ വന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഈ പറഞ്ഞു തരുന്നത് അനുഭവങ്ങൾ. വക്കാന ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുമായിരുന്നു, എന്താ പറയണത്? വദിത്തു അൻ അഗ്രിക ബാബദാരി ഫലാ അഖ്റുജു ലി അഹദിൻ അത്താമൂത. മഹാനായ ഹുദൈഫ തങ്ങൾ പറയാ, എന്റെ വീടിന്റെ വാതിൽ അടച്ചിടാൻ ഞാൻ കൊതിച്ചുപോയി.
ഞാൻ മരിക്കുന്നതുവരെ ഒരാളിലേക്കും പുറത്തു പോകാതെ തന്നെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയിന്ന്. അപ്പൊ അതിന്റെ ഗൗരവം അറിയിക്കുന്നത് എന്താണ്? ജനങ്ങളുമായി ഇടപഴകിക്കഴിഞ്ഞാൽ വേണ്ടാതെ തന്നെ അവിടെ കേൾക്കേണ്ടി വരും. അപ്പൊ സംസാരങ്ങൾ കുറയും, ദിക്ർ വർദ്ധിപ്പിക്കാൻ കഴിയും, മറ്റു പല ന്യൂനതകൾ കണ്ടെത്താതിരിക്കാൻ പറ്റും. ഇങ്ങനെ പല ഗുണങ്ങളും അതുകൊണ്ട് കിട്ടും. ആ ഗുണം മനസ്സിലാക്കിയത് കൊണ്ടാണ് വീടിന്റെ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല എന്ന് വിചാരിച്ച ആരും ഇങ്ങോട്ട് വരൂല്ല, ഞാൻ അങ്ങനെ ചൊല്ലുമില്ല, മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്നൊക്കെയാണ് മഹാന്മാരുടെ മൊഴികൾ. മഹാൻ പറയുന്നത്, ലം യജ്ലിസ് റബീഉ ഇബ്നു ഖൈസം റഹിമഹുല്ലാഹു തആല, മഹാനവർകൾ ഇരുന്നിട്ടില്ല, ഫീ മജ്ലിസി ഖൗമിഹി, തന്റെ ജനതയുടെ സദസ്സിൽ മഹാൻ ഇരുന്നിട്ടേയില്ല. തൂല ഉംരിഹി, മഹാനവറുകൾക്ക് ദീർഘായുസ് കിട്ടിയ മഹാന, തന്റെ വയസ്സിന്റെ ആ ദീർഘത്തിൽ തന്റെ ജനങ്ങളുമായുള്ള സദസ്സിൽ മഹാൻ ഇരുന്നിട്ടേയില്ല. ഇല്ലാ മർറത്തം വാഹിദൻ, ഒരു വട്ടേ ഇരുന്നിട്ടുള്ളൂ, അല്ലാതെ ഇരുന്നിട്ടില്ല. എന്നിട്ടോ ജലസാല ബാബിദാരിഹി, അങ്ങനെ മഹാനവറുകൾ തന്റെ വീടിന്റെ വാതിൽക്കൽ ഇരുന്നു നോക്കുമ്പോ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ സഖത്താലിഹി അജറുൻ, ഒരു കല്ല് വന്ന് മഹാന്റെ തലീകണ് വീണു. എന്നിട്ടോ ഫസജ്ജർ ഇസഖു, ആ കല്ല് തല പൊട്ടിച്ചു. ലാ യദ്രി മൻ റമാഹു, ആരാണ് ആ കല്ലെടുത്ത് മഹാനെ എറിഞ്ഞത് മഹാൻ അറിഞ്ഞില്ല. അങ്ങനെ വഖാമ വഖാല, അപ്പൊ എന്താ ഷൈബ് റളിയല്ലാഹു തആല പറയാ, അങ്ങനെ എണീറ്റിട്ട് എന്ത് പറയുന്ന അറിയാമോ? വഖാല പറഞ്ഞു, ലഖദ് വഅൽത യാ റബീഅ, റബീഅയെ തങ്ങൾ എന്താണ് വഅദ് പറഞ്ഞ ആളല്ലായിരുന്നു, തങ്ങൾ നിശ്ചയം വഅദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞവൻ എണീറ്റു. സുമ്മ ലം യഖ്റുജ് മിൻ ബൈതിഹി ബഅദ ദാലിക, ഈ സംഭവത്തിന് ശേഷം പിന്നെ മഹാനവറുകൾ പുറത്തിറങ്ങിയിട്ടില്ല തന്റെ വീട്ടിൽ നിന്ന്, ഇല്ലാ ലി ദറൂറത്തിൻ, നിർബന്ധിതാവസ്ഥയിലല്ലാതെ.